നമ്മൾ ഈ വീക്കിലെ യൂറോ യു എസ് ഡി, ജി ബി പി യു എസ് ഡി, എക്സ്ചേഞ്ചിന്റെ മേജർ ലെവൽസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഒരു മേജർ ലെവലിൽ നിന്ന് ഒരു ചെറിയ റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട് യൂറോ യു എസ് ഡിയിൽ. ഈ ഒരു സ്ഥലത്ത് നിന്ന് ബെയറിഷിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡെയിലിയിലെ സോണിൽ നിന്ന് 50 മിനിറ്റ് നോക്കുന്ന ഒരു സമയത്ത് ക്ലിയർ ആയിട്ടും പ്രൈസ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു മൊമെന്റ് ഷിഫ്റ്റ് കിട്ടി. അതിനുശേഷം നല്ല രീതിയിൽ ബെയറിഷ് ആയിട്ട് പ്രൈസ് ഷിഫ്റ്റ് ചെയ്ത് ഇപ്പൊ കറന്റ് നല്ല രീതിയിൽ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കറന്റ് നോക്കുവാണെങ്കിൽ ഡെയിലിയിൽ ഒരു റിയാക്ഷൻ കിട്ടി നിൽക്കുകയാണ് ഈ ഒരു യു എസ് ഡിയിൽ. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കളക്ട് ചെയ്തിട്ട് താഴേക്കുള്ള മൊമെന്റം വെച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കവർ ചെയ്തത് ന്യൂസ് മൂവ്മെന്റിലാണ്. കറന്റ് ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കുവാണെങ്കിൽ എല്ലാ ഫെയർ വാല്യൂ ഗ്യാപ്പും മിറ്റിഗേറ്റഡ് ആണ് എക്സെപ്റ്റ് ഈ ഒരു ഏരിയ. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഈ ഒരു ഓർഡർ ബ്ലോക്കും അൺമിറ്റിഗേറ്റഡ് ആണ്. പ്രൈസ് ഈ ഒരു ലെവലിൽ വന്നാൽ ഇവിടുന്ന് ഒരു റിയാക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി അല്ലാതെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയ ഒരു റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. ഈ ഒരു ഏരിയ റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഇതാണ് ഡെയിലിയിലുള്ളത്. 1 അവറിലേക്ക് പോയി നോക്കുമ്പോൾ സെൽ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കാര്യമായിട്ടില്ല, കാരണം എല്ലാം ഓൾറെഡി കളക്റ്റഡ് ആണ്. ഈ ഓപ്പർച്യൂണിറ്റീസ് നോക്കുവാണെങ്കിലും നമ്മൾ നേരത്തെ നോക്കിയിരുന്ന ഹൈ ടൈം ഫ്രെയിം സോണുകൾ തന്നെയാണ് 1 അവറിലും കാണാൻ പറ്റുന്നത്. ഒരു സോൺ കൺസിഡർ ചെയ്യാം, ഈ സോൺ കൺസിഡർ ചെയ്യാം. ഇതൊക്കെയാണ് യൂറോയിലുള്ളത്. അപ്പൊ ഈ ഒരു വീക്കിൽ യൂറോയിൽ എന്താണ് നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ബെറ്റർ. അണ്ടിൽ ആ ഒരു സോണ് വരെ ആ ഒരു മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ, ആ ഒരു റിയാക്ഷൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, 50 മിനിറ്റ് ആണ് നോക്കുകയെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള, കാരണം ലാസ്റ്റ് വീക്കിലുള്ള ന്യൂസ് കാരണം ഓൾറെഡി പ്രൈസ് ആക്ഷൻ എല്ലാം ഇതായിട്ടിരിക്കുകയാണ്. ഓൾറെഡി നല്ല ലെവൽസ് എല്ലാം ഓൾറെഡി ഗ്രാബ് ചെയ്തിട്ടുണ്ട്, സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു നല്ല ലെവൽസ് ഈ ലോങ് ടൈം ഫ്രെയിമിൽ ക്രിയേറ്റ് ആവുന്നതും വരെ വെയിറ്റ് ചെയ്യണം. കറന്റ് ബെയറിഷ് ആയതുകൊണ്ട് ഒരു ബെയറിഷ് ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രീമിയം സോണിൽ ഒരു നല്ലൊരു ഓർഡറിലൊക്കെ ഇംബാലൻസോ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ജി ബി പിയുടെ കേസ് നോക്കുവാണെങ്കിലും സെയിം തന്നെയാണ്. ഒരു ഇവിടെ നോക്കുവാണെങ്കിൽ അൺമിറ്റിഗേറ്റഡ് ആയിട്ട് ഒരുപാട് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് ജി ബി പിയിൽ. ഇനിയും സെല്ല് നോക്കുവാണെങ്കിലും അവിടെ കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല. ഇനി റിയാക്ഷൻ കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും നല്ല ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്, ഈ ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. അല്ലാതെ ഈ ഒരു എല്ലാ ഫെയർ വാല്യൂ ഗ്യാപ്പും റിയാക്ഷൻ കിട്ടാൻ ചാൻസ് ഉള്ള ഏരിയ തന്നെയാണ്. ഏറ്റവും കുറച്ചുകൂടെ എക്സ്ട്രീമിലുള്ള ഒരു സോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സോണാണ്. ഇത് രണ്ടും നല്ല സോൺ തന്നെയാണ്. ഇതാണ് ജി ബി പിയിലും ആ ഒരു സെയിം രീതിയിലുള്ള വ്യൂ തന്നെയാണ് ഉള്ളത്. അപ്പം കറന്റ് ഈ ഒരു വീക്കിൽ ബെയറിഷ് ആവാനാണ് ചാൻസ്. അതും ആ ഒരു മേജർ ലെവലിൽ നിന്നുള്ള റിയാക്ഷൻസ് ആയതുകൊണ്ട് തന്നെ ഇതൊരു മേജർ ലെവൽ വരെ ഈ ഒരു മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ വരെ ബെയറിഷ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ,
അതിന് 4 അവർ എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ സെയിം ലെവൽസ് ഒക്കെ തന്നെ കാണാൻ പറ്റും. നമുക്ക് ഈ ലോ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ ഈ ലെവൽസ് തന്നെ കുറച്ചുകൂടെ റിഫൈൻ ചെയ്യാവുന്നേ ഉള്ളൂ. അത് സെയിം ലെവൽസ് തന്നെയാണ് കിട്ടുന്നത്. ഇനി XAU നോക്കുകയാണെന്നുണ്ടെങ്കിൽ XAU കറന്റ് XAU നല്ല ബുള്ളിഷ് ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഈ അടുത്തായിട്ട് കൺസോളിഡേഷൻ ഉണ്ട്. ഈ ഒരു കൺസോളിഡേഷൻ വരുന്നതിന് മുന്നേ ഉള്ള ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്സ് എല്ലാം മിറ്റിഗേറ്റഡ് ആണ്. അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഓർഡർ ബ്ലോക്കും ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്. ബാക്കിയെല്ലാം മിറ്റിഗേറ്റഡ് ആണ്. അപ്പം പ്രൈസ് ഈ ഒരു സ്വിങ്ങിന് ഉള്ളിലുള്ള ഏറ്റവും ഡിസ്കൗണ്ടിലുള്ള ഒരു സോണാണത്. അപ്പം ആ ഒരു സ്ഥലത്ത് വരുവാണെങ്കിൽ പ്രൈസ് സ്റ്റിൽ ബുള്ളിഷ് ആണെങ്കിൽ ഈ ഒരു ഏരിയ വന്നിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പ്രൈസ് ബെയറിഷ് ആണെങ്കിൽ ഈ ഒരു കൺസോളിഡേഷൻ ആണ്. അപ്പോൾ ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം താഴോട്ട് ഷിഫ്റ്റ് ആവാനായിട്ട് ചാൻസ്. ഇതാണ് ഗോൾഡിന്റെ കേസ്. ഗോൾഡിലും കറന്റ് ബുള്ളിഷ് ആണ് കറന്റ് ട്രെൻഡ് എന്ന് പറയുന്നത്. അതിന് നമ്മളൊരു 1 അവർ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 അവർ അല്ലെങ്കിൽ ഒരു 4 അവർ എടുക്കുമ്പോൾ ഇവിടെ റീസെന്റ് ആയിട്ട് സ്ട്രക്ചർ ബ്രേക്കിന് കാരണമായിട്ടുള്ള ഒരു സോണുണ്ട്, അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള. ഈ ഒരു സോണ് കൺസിഡറബിൾ ആണ്. ഓക്കെ, അതായത് ഈ റീസെന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്കിന്റെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കാണ്. ഇതും കൺസിഡറബിൾ ആണ്, അല്ലെങ്കിൽ ഇതും കൺസിഡറബിൾ ആണ്. ഇതാണ് ഗോൾഡിന്റെ കീ ലെവൽസ്. ഇതാണ് യൂറോ XAU GBPയുടെ ഈ വീക്കിലെ ഔട്ട്ലുക്ക്.